മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയ വർഷം 1986 രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെയാണ്. ഇന്നിപ്പോ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് 87 എന്നൊരു വർഷം, സൂപ്പർ സ്റ്റാർ ആയ ശേഷം മോഹൻലാലിന്റെ സിനിമകൾ. ആ ഒരു വർഷത്തെ മോഹൻലാലിന്റെ സിനിമകൾക്ക് എന്ത് സംഭവിച്ചു നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സിനിമ ജനുവരി ഒരു ഓർമ്മ. ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ആ സമയത്ത് ജോഷി എന്ന സംവിധായകന് കൂടുതലും മമ്മൂട്ടി സിനിമകൾ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. അവിടുന്ന് ജോഷി, കലൂർ ഡെന്നിസ്, മോഹൻലാൽ, ഈ ഒരു കോംബോയിലെ അതുവരെയുള്ള എല്ലാ റെക്കോർഡുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതുവരെയുള്ള പല വിജയങ്ങളെയും ബ്രേക്ക് ചെയ്ത് ഒരു വലിയൊരു വിജയമായ ഒരു സിനിമ തന്നെയായിരുന്നു ജനുവരി ഒരു ഓർമ്മ. ആ ഒരു സമയത്ത് ഏകദേശം മമ്മൂട്ടിയുടെ മോശം സമയമാണ്. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. 86 ഓണത്തിനിറങ്ങിയ ആവനാഴി ഒഴിച്ച് ബാക്കി കുറെ 4ഓളം സിനിമകൾ മമ്മൂട്ടിയുടെ പരാജയമായി. അങ്ങനെ ഒരു 87 തുടക്കം, ആ ഒരു ജനുവരി മാസമൊക്കെയാണ് ന്യൂഡൽഹി എന്നൊരു സിനിമ മമ്മൂട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അന്ന് ജോഷി ഈ ഒരു ടീമൊക്കെ പ്ലാൻ ചെയ്ത് അവരൊക്കെ ന്യൂഡൽഹി എന്നൊരു സിനിമയിലോട്ട് കിടക്കുന്നത്. ആ സമയത്താണെങ്കിൽ മോഹൻലാലിന് നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഒരു സമയമാണ്. കരിയർ ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നൊരു സിനിമയാണ് ജനുവരി ഒരു ഓർമ്മ. നല്ലൊരു സിനിമ തന്നെയായിരുന്നു അത്. എനിക്ക് എക്സാക്ട്ലി കറക്റ്റ് അറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇറങ്ങിയ ഏതോ ഒരു ഹിന്ദി സിനിമയുടെ ആ ഒരു 2 വർഷത്തിന് മുമ്പ് എപ്പോഴും ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുടെ ഒരു ത്രെഡ് എടുത്തിട്ടാണ് കലൂട്ടിച്ച്. അതിന് റീമേക്ക് ഒന്നുമല്ല, അതിന്റെ ഒരു ത്രെഡാണ്. മുമ്പ് ശ്യാമ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇതേപോലെ തന്നെ ഡെന്നിസ് ജോസഫിനെ ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ഹിന്ദി സിനിമയുടെ ഒരു ത്രെഡ് എടുത്തിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കലൂർ ഡെന്നിസ് ഒരു ത്രെഡ് എടുത്ത് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും മോഹൻലാലിന് നല്ലൊരു സിനിമ റോളായിരുന്നു. അതൊരു വലിയൊരു ആക്ഷൻ ഹീറോ ഒന്നുമല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ഗൈഡ് ആയിട്ടാണ് ജയഭാരതി ഒരു ബ്രേക്കിന് ശേഷം തോന്നുന്നു ജയഭാരതി ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ സുരേഷ് ഗോപി അതിൽ ഒരു നല്ല റോളാണ്. ഒരു നെഗറ്റീവ് പോലെ വരുന്നതാണ്, പക്ഷെ അവസാനമൊക്കെ ആകുമ്പോൾ ഒരു പോസിറ്റീവായി മാറുന്ന നമ്മൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. സുരേഷ് ഗോപി ഇതുപോലെ തന്നെ രാജാവിന്റെ മകന് കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപിനെ ഈ ഒരു സിനിമയിലേക്ക്, രാജാവിന്റെ മകൻ എന്ന ഒറ്റ സിനിമ കൊണ്ട് മോഹൻലാൽ മാത്രമല്ല സുരേഷ് ഗോപിക്കും വലിയൊരു ബ്രേക്ക് തന്നെയാണ് കിട്ടിയത്. എന്തായാലും ജനുവരി ഒരു ഓർമ്മ ആ വർഷം ഇറങ്ങിയ സൂപ്പർ ഹിറ്റുകളിൽ ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്ത സിനിമ അമൃതം ഗമയ. ഹരിഹരൻ ഡയറക്ട് ചെയ്ത് MT വാസുദേവൻ നായർ എഴുതിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് അമൃതം ഗമയ. ആ സിനിമയെ കുറിച്ച് നമ്മൾ കൂടുതലും ഒന്നും പറയണ്ട. റാഗിങ് എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റിനെ അല്ലെങ്കിൽ റാഗിങ്ങിനെ ബേസ് ചെയ്തിട്ട് മലയാളത്തിൽ വേറെ സിനിമകളുണ്ട്. അതിനുശേഷം സൂര്യഗായത്രി പല സിനിമകളും വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മുമ്പ് വന്ന ഒരു സിനിമ രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് മോഹൻലാലിന്റെ അതിഗംഭീര പെർഫോമൻസ് തന്നെയാണ്. കാരണം MT ആ സമയത്ത് മമ്മൂട്ടിക്കും വേണ്ടി എഴുതുന്നുണ്ട്, മോഹൻലാലിനും വേണ്ടി എഴുതുന്നുണ്ട്. MTയുടെ കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ വേറൊരു തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് അറിയാം, നിങ്ങൾ പലർക്കും അറിയാം. MTയുടെ ഒരു സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ MTയുടെ ഡയലോഗ്സ് അത് മമ്മൂട്ടി പറയുന്ന പോലെയല്ല മോഹൻലാൽ പറയുന്ന. മോഹൻലാലിന്റേതായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും. എന്തായാലും അമൃതംഗമയ, പാർവതി, വിനീത്, കുറെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയും തിയേറ്ററിൽ നല്ലപോലെ വിജയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അടുത്ത സിനിമ അടിമകൾ ഉടമകൾ. IV ശശി ടി ദാമോദരന്റെ ഒരുപാട് സിനിമകൾ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, സീമയുണ്ട്, രതീഷ് ഉണ്ട്. വലിയൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയായിരുന്നു. അതും ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അന്നത്തെ IV ശശി ടി ദാമോദരൻ കൂട്ടുകെട്ടുകളിലെ സിനിമകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു സിനിമ തന്നെയായിരുന്നു അടിമകൾ ഉടമകൾ. അടുത്ത സിനിമ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് സർവകലാശാല. ചെറിയാൻ കൽപ്പവാടി അദ്ദേഹം ആദ്യമായിട്ട് കഥ എഴുതിയ ഒരു സിനിമയാണ്. വേണുനാഗവള്ളിയാണ് അതിന്റെ ഡയറക്ഷനും അതിന്റെ സ്ക്രിപ്റ്റും ഒക്കെ. ലാലേട്ടനായി മോഹൻലാൽ ലാലേട്ടനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. ആ സിനിമ ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഓരോ തവണ കാണുമ്പോഴും ആ സിനിമയ്ക്ക് നമുക്ക് ഓരോ ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സിനിമ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് DVD എടുത്തിട്ടാണ് ആ ഒരു സിനിമ, അന്ന് കോളേജ് ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് ആ സിനിമ അന്ന് കാണുന്നത്. അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമയിലെ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിൽ ചക്കര എന്ന് പറയുന്ന മണിമുള്ള രാജുവിന്റെ ക്യാരക്ടർ, ഗണേഷിന്റെ ക്യാരക്ടർ, കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് ആ ഒരു ക്യാമ്പസിലെ ലൈഫും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് അതിൽ സുകുമാരന്റെ ഒരു കഥാപാത്രമുണ്ട്, ഇവരുടെ ഒരു മാഷായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതുപോലെ തന്നെ നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനോട് നമുക്ക്, അതായത് കുറച്ച് ഏജ് ആയിരിക്കുന്നത്, കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറും. അപ്പൊ നമുക്കതിലെ ക്യാരക്ടേഴ്സിന്റെ വേറെ തരത്തിലുള്ള രീതിയിലോട്ടായിരിക്കും നമുക്ക് ക്യാരക്ടേഴ്സിനോട് ഇഷ്ടം തോന്നുന്നത്. അത് ഞാൻ ആ സിനിമ പല പ്രാവശ്യം കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. അന്ന് നമുക്ക് സുകുമാരന്റെ കഥാപാത്രത്തിനോടൊന്നും അങ്ങനെ വലിയൊരു ഇത് തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്ന് കാണുമ്പോൾ സുകുമാരന്റെ ഒരു ക്യാരക്ടറിനോട് അദ്ദേഹത്തിന്റെ ലൈഫിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് വേറൊരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ സിനിമയും അന്ന് അത്യാവശ്യം നല്ലപോലെ ഓടിയിട്ടുള്ള ഒരു സിനിമ. ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ല,
പക്ഷെ എനിക്ക് തോന്നുന്നു സുഗമോ ദേവി കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണ്. സുഗമോ ദേവി പോലെ ഒരു സൂപ്പർ ഹിറ്റ് അല്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. എങ്കിലും നല്ലൊരു സിനിമയാണ്. ഇന്നും റിപ്പീറ്റ് ആയിട്ട് ഞാൻ കാണുന്ന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു സർവകലാശാല. അടുത്ത സിനിമ സാഗർ ഇലിയാസ് ജാക്കി. സിനിമയുടെ പേരല്ല, കഥാപാത്രത്തിന്റെ പേര് 20-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ട് സിനിമയെ കുറിച്ചും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. മോഹൻലാൽ രാജാവിന്റെ മകന് ശേഷം, രാജാവിന്റെ മകനിൽ അങ്ങനെ ഭയങ്കര ഒരു ആക്ഷൻ ഇല്ല. നമ്മൾ ആ സിനിമ രാജാവിന്റെ മകന് കാണുമ്പോൾ പറയാം, അന്ന് ബഡ്ജറ്റ് ഇല്ല. തമ്പി കാണന്താനും ഡെന്നിസ് ജോസഫും ബഡ്ജറ്റ് ഇല്ലാതെ വളരെ ചുരുക്കിയാണ് ആ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തോ ആ ഒരു സ്ക്രിപ്റ്റിന്റെ പവർ കൊണ്ടൊക്കെയാണ് ആ സിനിമ അങ്ങനെ ഭയങ്കര ഹിറ്റ് ആയത്. പക്ഷെ 20-ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റും കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടി നല്ല ക്യാൻവാസിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപി അതിലൊരു രാജാവിന്റെ മകനും ജനുവരി ഓർമ്മയെക്കാട്ടും കുറച്ചും കൂടി ഒരു ക്യാരക്ടറാണ്, നല്ലൊരു ക്യാരക്ടറാണ്. ഒരു വില്ലൻ പോസിറ്റീവായിട്ട് വന്ന് പിന്നെ ഒരു വില്ലനാകുന്ന മോഹൻലാലിന്റെ ഓപ്പോസിറ്റ് നല്ലൊരു, എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ കരിയറിൽ അതുവരെയുള്ള ക്യാരക്ടേഴ്സ് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. കാരണം അതുവരെ അങ്ങനെയുള്ള ഒരു സൈഡ് റോളുകളൊക്കെയാണല്ലോ കൂടുതൽ. ഇതിൽ പക്ഷെ നേരെ ഒരു മോഹൻലാലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോളാണ്. അതിഗംഭീരമായിട്ടുള്ള സിനിമ, ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റ്. എസ് എൻ സ്വാമി അതിന് മുമ്പ് കുറെ ഫാമിലി സിനിമകളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ മുതലാണെന്ന് തോന്നുന്നു എസ് എൻ സ്വാമി കുറച്ച് ഇത്തരത്തിലുള്ള ആക്ഷൻ ഓറിയന്റഡ് സിനിമകളുടെയൊക്കെ ഒരു എഴുത്തുകാരനൊക്കെ ആയിട്ട് മാറിയത്. എന്തായാലും 20-ാം നൂറ്റാണ്ടും ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമ. അടുത്തത് പ്രിയദർശന്റെ സിനിമ. എനിക്ക് തോന്നുന്നു പ്രിയദർശൻ മോഹൻലാൽ സിനിമകളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ചെപ്പ്. കാരണം മറ്റ് പ്രിയദർശൻ മോഹൻലാൽ സിനിമകൾ പോലെ അധികം ഹ്യൂമർ ഇല്ല. ഒരു സീരിയസ് മൂഡിലുള്ള ഒരു സബ്ജക്റ്റാണ്. മോഹൻലാൽ ഒരു മാഷായിട്ടാണ്. നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷെ ഒരുപക്ഷെ ആ ഒരു വർഷം രണ്ട് ക്യാമ്പസ് പശ്ചാത്തലമുള്ള രണ്ട് സിനിമകൾ, ഒന്ന് സർവകലാശാല, ഒന്ന് ചെപ്പ്. ഇത് വെച്ച് നോക്കുമ്പോൾ സർവകലാശാലയാണ് കുറച്ച് കൂടുതൽ ജനകീയമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള സർവകലാശാലയാണ്. കാരണം ചെപ്പ് കുറച്ചൊരു സീരിയസ് മൂഡിലോട്ടൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കും ഞാൻ അധികം തവണയൊന്നും ചെപ്പ് കണ്ടിട്ടില്ല. രണ്ടോ മൂന്നോ തവണയൊക്കെ ചെപ്പ് ശരിക്കും കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന്റെ സീൻസ് ഒക്കെ വരുമ്പോൾ കാണുന്നുള്ളൂ. ഗണേശൻ ഒരു ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ്. ഗണേശന്റെ ഒക്കെ തുടക്കകാലമാണ്. ഇരകളൊക്കെ കഴിഞ്ഞിട്ട് ഗണേശൻ ചെയ്ത സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ്. ലിസി ഉണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ആ സിനിമയിൽ. VR ഗോപാലകൃഷ്ണൻ പ്രിയദർശന്റെ അസോസിയേറ്റ് ആയിട്ട് പ്രിയദർശന്റെ പല സിനിമകളിലും സഹകരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹമാണ് സിനിമ എഴുതിയിരിക്കുന്നത്. മോശമല്ലാത്ത ഒരു സിനിമ. അങ്ങനെ ചെപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു സിനിമ ഭൂമിയിലെ രാജാക്കന്മാർ, രാജാവിന്റെ മകൻ, ആ ഒരു കൂട്ടുകെട്ടിന്റെ സിനിമ. വീണ്ടും എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. പക്ഷെ ആ സിനിമ ഒരു രാജാവിന്റെ മകൻ പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ല. കാരണം ആ ഒരു സിനിമയുടെ സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും. കാരണം അവസാനമൊക്കെ ആകുമ്പോൾ ഞാൻ പലയിടത്തും എൻ്റെ പല റിവ്യൂസ് ഒക്കെ വായിച്ചിട്ടുള്ളത്, അന്ന് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അതിന്റെ സെക്കൻഡ് ഹാഫും പ്രത്യേകിച്ച് അവസാനമൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചൊരു സീരിയസ് മൂഡിലോട്ട് പോകുന്നു. ഒരു എവിടെയോ ഒരു പ്രേക്ഷകർക്ക് അതുവരെ കണ്ട ഒരു ഒരു കിക്ക് കുറയാന്ന് പറയില്ലേ, അതെന്തോ അന്ന് കുറഞ്ഞതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ വലിയൊരു വിജയത്തിലോട്ടൊന്നും അന്ന് പോവാതിരുന്നത്. പക്ഷെ അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ സിനിമ തന്നെയാണ്. നല്ലൊരു സിനിമയാണ്. പൊളിറ്റിക്സ് പറയുന്നത് ഇന്നും നമുക്ക് കാണുമ്പോൾ അതിലെ പൊളിറ്റിക്സ്, അതിൽ അവർ പറയുന്ന ഒരു പൊളിറ്റിക്സ്, എങ്ങനെ ഒരു ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു മോഹൻലാലിന്റെ കഥാപാത്രം ഒരു മന്ത്രിയായി മാറുന്നതൊക്കെയാണല്ലോ സിനിമയിൽ. അത് ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ് ആ ഒരു സിനിമയുടെ. മോഹൻലാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ സുരേഷ് ഗോപി, നളിനി, സുരേഷ് ഗോപിയൊക്കെ ഈ പറഞ്ഞ നല്ലൊരു ക്യാരക്ടറാണ് സുരേഷ് ഗോപിക്ക് അതിൽ കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഒരു ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. എന്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ. അടുത്ത സിനിമ ഉണ്ണികളെ ഒരു കഥ പറയാം. കമൽ എന്ന ഡയറക്ടറുടെ സിനിമ. കമല് മിഴുനീർ പൂക്കൾ എന്ന ആദ്യത്തെ സിനിമ മോഹൻലാലിനെ വെച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് വീണ്ടും മോഹൻലാലിനെ നായകനാക്കിയിട്ടുള്ള സിനിമ ഉണ്ണികളെ ഒരു കഥ പറയാം. മിഴുനീർ പൂക്കൾ അങ്ങനെ വലിയൊരു വിജയം അല്ലാത്തത് കൊണ്ട് ഈ ഒരു സിനിമ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്ന് കമലിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ തന്നെയാണ് ആ സിനിമ ചെയ്തത്. മോഹൻലാൽ തന്നെയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ വർഷം തോന്നുന്നു ഉണ്ണികളെ ഒരു കഥ പറയാമല്ല, അതിന്റെ കുട്ടികളും അതിൽ അഭിനയിച്ചവരെല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു കുട്ടി മാത്രം, ആ കുട്ടി പിന്നീട് മാസ്റ്റർ അമിത്, പിന്നീട് മനുവങ്കൾ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചു. ആ കുട്ടി മാത്രം ഇന്ന് എവിടെയാണെന്ന് പലർക്കും അറിയില്ല. അന്ന് ഒരു അന്യഭാഷയിലെ ബാലതാരമായിരുന്നു. അന്നത്തെ ഒരു എല്ലാ സിനിമയിലും അഭിനയിക്കുന്ന എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അന്ന്. അവിടുത്തെ ഏതോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെയോ ക്യാമറാമാന്റെയോ മകൻ എന്തോ ആയിരുന്നു ആ കുട്ടി, മാസ്റ്റർ അമിത്. പക്ഷെ അമിത് എവിടെയാന്നുള്ളത് പലർക്കും അറിയില്ല. എവിടെയും വന്നിട്ടില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. എന്തായാലും ഉണ്ണികളൊരു കഥ പറയാം. ഈ പറഞ്ഞൊരു ട്രാജഡിയൊക്കെയാണ് ആ സിനിമയുടെ അവസാനമൊക്കെ. പക്ഷെ നല്ല ഒരു സിനിമയായിരുന്നു. ഫാമിലി ഓഡിയൻസ് ഒരുപാട് ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. മോഹൻലാലിന്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അടുത്തൊരു സിനിമ ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമയാണ്. പക്ഷെ അന്ന് വിചാരിച്ച പോലെ ഏറ്റില്ല. പത്മരാജന്റെ തൂവാനത്തുമ്പികൾ. ആ സിനിമയെക്കുറിച്ചും വീണ്ടും ഒന്നും പറയേണ്ട കാര്യമില്ല. നല്ലൊരു സിനിമ. പക്ഷെ അന്ന് വിചാരിച്ച പോലെ ആ സിനിമ ഏറ്റില്ല. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ അന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു സബ്ജക്റ്റും അതിന്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ആ സിനിമ പറയുന്ന
അത് പലവർക്കും ചിലപ്പോൾ അന്ന് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫാമിലി ഓഡിയൻസ് പലരും ആ സിനിമ ചിലപ്പോൾ അന്ന് കണ്ടിട്ടുണ്ടാവില്ല. പിന്നീടാണ് നമുക്കറിയാം പത്മരാജന്റെ ഇന്നത്തെ കുട്ടികൾ വരെ, ഇന്നത്തെ ഒരു കോളേജ് കുട്ടികൾ വരെ അവരുടെ ഫേവറേറ്റ് സിനിമകൾ ഒന്നാണ് തൂവാനത്തുമ്പികൾ. അന്ന് തൂവാനത്തുമ്പികളുടെ ആ ഒരു സമയത്ത് തന്നെയാണ് ന്യൂഡൽഹി എന്ന സിനിമ ഇറങ്ങിയത്. ന്യൂഡൽഹി അടിച്ചു കയറുന്നു, തൂവാനത്തുമ്പികളിന് ആള് കുറയുന്നു, അതൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ അന്നത്തെ ഒരു ഇന്റർവ്യൂ കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അന്ന് ഈ സിനിമകളൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇറങ്ങിയ മോഹൻലാലിന്റെ 1-2 സിനിമകൾ, അതിൽ തൂവാനത്തുമ്പികൾ പ്രതീക്ഷ പോലെ വിജയിക്കാത്തതിൽ മോഹൻലാലിനും ഒരു വിഷമമുണ്ടെന്നൊക്കെ മോഹൻലാൽ അന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ ഈ അടുത്ത് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്തായാലും അന്ന് ആ സിനിമ തിയേറ്ററിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക, എന്തായിരുന്നു ആ ഒരു സിനിമ അന്ന് വിചാരിച്ച പോലെ ഏക്കാത്തതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത് അറിയുമെങ്കിൽ പറയുക. അടുത്തത് വീണ്ടും തമ്പിങ്ങണ്ണന്താനം ഡെന്നിസ് ജോസഫ് ടീമിന്റെ പടമാണ് വഴിയോര കാഴ്ചകൾ. വഴിയോര കാഴ്ചകൾ നന്നായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. രാജാവിന്റെ മകൻ പോലത്തെ ഒരു ഹിറ്റ് അല്ല, പക്ഷെ നല്ല വിജയിച്ചൊരു സിനിമ തന്നെയായിരുന്നു. അതില് മോഹൻലാലും രതീഷും നല്ല റോളാണ്. അംബിക നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ. സുരേഷ് ഗോപി അതിലൊരു നെഗറ്റീവ് റോളാണ്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ ആ സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് വീട്ടിൽ കാസറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ ഒരു ഓർമ്മ അതിലായി യാരിക്കാഹെ എന്ന പാട്ട് മോഹൻലാലിന്റെ ഒരു ഇൻട്രോ ഒരു സീനാണ്. ഒരു ലോറിയിൽ മോഹൻലാൽ ഒരു പാട്ടൊക്കെ പാടിയിട്ട് വരുന്ന ആ ഒരു ഇൻട്രോ സോങ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സിനിമയില് സിദ്ദിഖാണോ ബാബു ആന്റണി ആണോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, സിദ്ദിഖാണോ, സിദ്ദിഖൊക്കെ അതിലൊരു ചെറിയൊരു ഫൈറ്റ് സീനിലൊക്കെ വന്നു പോകുന്നുണ്ട്. ബാബു ആന്റണി വേറൊരു മിഴുനീർ പൂക്കളാണ് തോന്നുന്നത് ബാബു ആന്റണി ചെറിയൊരു പോർഷനിലാണ് വരുന്നത്. എന്തായാലും ഇതിൽ സിദ്ദിഖൊക്കെ ഉണ്ട്. അതിൽ ചെറിയൊരു അടി വാങ്ങണ ഒരു സീക്വൻസിൽ, ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ക്ലൈമാക്സും കുറച്ചൊരു സീരിയസ് മൂഡിലേക്കൊക്കെ പോകുന്നതാണ്. മോഹൻലാലിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. കാരണം 2 മുഖമാണ് മോഹൻലാലിന്റെ. സിനിമ കണ്ടവർക്ക് അറിയാം. ഒരു ലോറി ഡ്രൈവറായിട്ടും അപ്പുറത്ത് ഒരു മിലിറ്ററി ഓഫീസറായിട്ടും 2 രീതിയിൽ മോഹൻലാൽ വരുന്നുണ്ട്. ക്ലൈമാക്സോടൊക്കെ അടുക്കുമ്പോൾ അതുവരെ കാണാത്തൊരു മോഹൻലാൽ, ഒരു നീണ്ട ഒരു മോഹൻലാൽ ഡയലോഗൊക്കെ ഉണ്ട്. ഒരു അവസാനം ഒരു കത്തി കയ്യിൽ പിടിച്ചിട്ട് മോഹൻലാൽ പറയുന്നുണ്ട്, ഒരു പട്ടാളക്കാരനായ എനിക്ക് കിട്ടാത്ത നീതി ഒരു സാധാരണ പോലീസ് ഓഫീസറുടെ അനിയന് കിട്ടണ്ട എന്ന് പറഞ്ഞ മോഹൻലാൽ ആ സീനൊക്കെ ഗംഭീരമായിട്ട് മോഹൻലാൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സീനാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമ തന്നെയാണ് വഴിയോര കാഴ്ചകൾ. പിന്നെ അടുത്തൊരു സിനിമ സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ, ദാസനും വിജയനും, നാടോടിക്കാറ്റ്. വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് സിനിമ. പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇവിടേക്ക് വായിച്ചിട്ടുണ്ട്. നാടോടിക്കാറ്റിനെ കുറിച്ച് അധികം പറയാറില്ല എന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്. കാരണം അതും അന്നത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആണ് എന്നൊക്കെ എനിക്ക് ഒഫീഷ്യലി അറിയില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ അതിനെ പറയാം. ഇപ്പോ കേരളത്തിൽ ഒരു സിനിമ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യുന്നു, കേരളത്തിലെ എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്യുന്നതിന് ഇൻഡസ്ട്രി ഹിറ്റ്, കേരളത്തിലെ ഹിറ്റ് ആണെന്ന് പറയും. കേരളത്തിന് പുറത്ത് മറ്റു വല്ല ചില സംസ്ഥാനങ്ങൾ, ഇപ്പൊ ഇവിടുത്തെ മാർക്കോ പോലത്തെ സിനിമകളൊക്കെ ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു മലയാളം സിനിമയാണ്. പിന്നെ ഓവർസീസ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിൽ അതിന്റെ വ്യാഖ്യാനിക്കാൻ പറ്റും. എന്തായാലും നാടോടിക്കാറ്റിനെ കുറിച്ചും അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് ഒരുപാട് റെക്കോർഡുകൾ, ഇൻഡസ്ട്രി ഹിറ്റ് ആണെന്ന് അറിയില്ലെങ്കിൽ ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. സത്യൻ അന്തിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സിനിമ ഇറങ്ങുമ്പോഴും സത്യൻ അന്തിക്കാട് 8-10 സിനിമ എന്തോ കഴിഞ്ഞു. സത്യൻ അന്തിക്കാടിനന്ന് സ്വന്തമായിട്ട് കാറൊന്നുമില്ല. സത്യൻ അന്തിക്കാട് നിന്ന് തൃശ്ശൂർക്കൊക്കെ വരുമ്പോൾ ബസ്സിലാണ് വരിക. അങ്ങനെ ഒരു ദിവസം MG റോഡിലൂടെ ബസ്സിൽ വരുമ്പോൾ തൃശ്ശൂർ MG റോഡ് ബ്ലോക്കാണ്. നോക്കുമ്പോൾ രാമദാസ് തിയേറ്ററിൽ നാടോടിക്കാറ്റ് വിട്ടിട്ടുള്ള ബ്ലോക്കാണ്. അപ്പൊ ബസ് ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ ഓരോ സിനിമയും ചെയ്യും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പൊ സത്യൻ അന്തിക്കാട് ആരും തിരിച്ചറിയുന്നില്ല. ഇന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ്. ഇന്നൊക്കെ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആവറേജ് ഹിറ്റായാൽ അടുത്ത ആ ഡയറക്ടർ ഒരു പക്ഷേ EMIയിലെങ്കിലും ഒരു കാറൊക്കെ മേടിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അന്ന് ഇത്രയും ഹിറ്റുകൾ കൊടുത്തിട്ട് പോലും സത്യൻ അന്തിക്കാട് കാർ മേടിച്ചിട്ടില്ല. സത്യൻ അന്തിക്കാട് കാറൊക്കെ മേടിച്ചത് തലയണ മന്ത്രോ ഏതൊരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്താണ് തോന്നുന്നത് ഒരു കാറൊക്കെ മേടിച്ചതോ അതോ കാർ ഓടിക്കാൻ പഠിച്ചതൊക്കെ ആ സമയത്താണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാടോടിക്കാറ്റ് അതൊരു തുടക്കം തന്നെ ആയിരിക്കാം. അതിനു മുമ്പ് പല സിനിമകൾ ഇവർ ഒരുമിച്ചിട്ടുണ്ട്, ശ്രീനിവാസനും മോഹൻലാലും. പക്ഷെ ശ്രീനിവാസൻ മോഹൻലാലിന്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നാടോടിക്കാറ്റ് തന്നെയാണ്. കാരണം അതിൽ മോഹൻലാലിന്റെ നായകൻ നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടുപേരും നായകന്മാരാണ്. സിദ്ദിഖ് ലാലിന്റെ ഒരു സ്റ്റോറി ഐഡിയ ആണ്. പവനായി കുറെ പേര്, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല സിനിമയെ കുറിച്ച്. എന്തായാലും ആ ഒരു സിനിമയും ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. അടുത്തൊരു സിനിമ ഇവിടെ എല്ലാവർക്കും സുഖം. ഈ ഒരു സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. JC ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇത് കലൂർ ഡെന്നിസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. KT കുഞ്ഞുമോനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മോഹൻലാലും സുരേഷ് ഗോപിയും കാർത്തിക ഇത്രയും പേരാണ്. ഈ സിനിമ അന്ന് വിജയിച്ച സിനിമയൊന്നുമല്ല. കാര്യം JC എന്ന സംവിധായകന്റെ ഭൂരിഭാഗം സിനിമകളും ഒരു ആവറേജോ അല്ലെങ്കിൽ ഫ്ലോപ്പോ ആയിട്ടാണ്. അദ്ദേഹം അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ദുഃഖം അദ്ദേഹത്തിന് മരിക്കുന്നവരെ ഉണ്ടായിരുന്നു എന്നൊക്കെ കലൂർ ഡെന്നിസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമ എനിക്ക് അറിയില്ല, അന്ന് അതിന്റെ ഒരു കഥയോ മറ്റു കാര്യങ്ങളോ അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. അതുപോലെ മറ്റൊരു സിനിമയാണ് കയ്യെത്തും ദൂരത്ത്. ഈ ഒരു സിനിമയും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല.
2002 ഇറങ്ങിയ കൈദൂരത്ത് കണ്ടിട്ടുണ്ട്. ഇത് നെടുമുടി വേണു, മോഹൻലാൽ, പൂർണിമ ജയറാം ഇത്രയും പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. അതും അന്ന് അങ്ങനെ വലിയ ഓടിയിട്ടുള്ള സിനിമയൊന്നും അല്ല, ഒരു ഫ്ലോപ്പ് സിനിമ തന്നെയായിരിക്കണം. കാരണം ഭയങ്കര ഹിറ്റ് ആയിരുന്നെങ്കിൽ പലവരും നമ്മളൊക്കെ പിന്നീട് ടി വിയിലൊക്കെ വരേണ്ടത്. ഞാൻ ഈ സിനിമ ടി വിയിലൊന്നും വന്നതായിട്ട് കണ്ടിട്ടില്ല. യൂട്യൂബിലുണ്ടോ എന്ന് നോക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ 2 സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 സിനിമകൾ അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പേര് പറയാൻ പറ്റില്ല. കാരണം നാടോടിക്കാറ്റുണ്ട്, 20-ാം നൂറ്റാണ്ടുണ്ട്, സർവകലാശാലയുണ്ട്, എല്ലാം ഫേവറേറ്റ് സിനിമകളാണ്. പിന്നെ അന്നൊന്നും ഇതിലൊരു സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എനിക്ക് 2 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആ സിനിമകളൊക്കെ ഇതിലെ ഏതൊക്കെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, അന്നത്തെ ഒരു എക്സ്പീരിയൻസുകൾ അതൊക്കെ നമുക്ക് കമന്റ് ചെയ്യുക.